ശരി, മിസ്കാസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. എന്ന് പറയുമ്പോൾ ഋത്തിക് റോഷൻ വേറെ ഏതെങ്കിലും നോർത്ത് ഇന്ത്യൻ ആക്ടർ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. ഇത് NTR കാണിക്കുന്നതുകൊണ്ട് പുള്ളി അങ്ങ് വലിയ ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് തനി ഒരു തറ തെലുങ്ക് സിനിമയുടെ ആ ലെവലിലോട്ട് പോകുന്നു. എന്ന് പറയുമ്പോൾ ഇതിൽ ഫൈറ്റൊക്കെ വിഷ്വൽ എഫക്ട്സിൻ്റെ അതിപ്രസരം കൊണ്ട് ഇത് ശരിക്കും നമ്മളൊരു കോമഡി ആയിട്ട് തോന്നും. പിന്നെ നമ്മുടെ NTR ഒരു ഇൻട്രോ സീനുണ്ട്, ഒരു മാസമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ തിയേറ്ററിലുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരുന്നവരൊക്കെ വീണ് കിടന്ന് തറയിൽ കിടന്ന് ചിരിച്ച് അമ്മാതിരി കോമഡി ആയിപ്പോയി. പിന്നെ തനി നമ്മളെ ബാലയ്യയുടെ സിനിമ കാണുമ്പം അതിൽ പലതും കാണിക്കില്ല, വിഷ്വൽ എഫക്റ്റിൻ്റെ ഇതുകൊണ്ട് സെയിം അതേപോലെ. പ്രത്യേകിച്ച് ഈ സിനിമയിൽ നമ്മുടെ NTR ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീനൊക്കെ അമ്മാതിരി ഒരു ഇതായിപ്പോയി. പിന്നെ ഋത്തിക് റോഷൻ ആൾവേസ് സൂപ്പർ. പുള്ളി ഈ 51-ാം വയസ്സിലും പുള്ളി ഭയങ്കര എനർജറ്റിക് ആയിട്ട് പുള്ളിയുടെ മാത്രം ഫൈറ്റ് സീൻസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ NTR കൂടെ വരുമ്പം ശരിക്കും തെലുങ്ക് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം ഓവറായിട്ട് വിഷ്വൽ എഫക്ട്സ് കൊണ്ട് ഈ ഫൈറ്റ്സ് പ്രൊമോഷനൊക്കെ NTR പറഞ്ഞു നിങ്ങൾക്ക് പുറത്ത് സിനിമ ഇറങ്ങുമ്പോൾ കോളർ പൊക്കിക്കൊണ്ട് നമ്മളെ ശ്രീകുമാരൻ മേനോൻ പറഞ്ഞ പോലെ നെഞ്ചും തിരിച്ച് വരാം. നെഞ്ചും തിരിച്ചല്ല, നമ്മൾ തലയും കുനിച്ച് നമ്മൾ ഇറങ്ങും. പിന്നെ തെലുങ്ക് പ്രേക്ഷകരുടെ കാര്യം അറിഞ്ഞൂടെ, അവർക്ക് ഈ നായകനെ ഈ മാസം കാണിക്കുന്നതാണല്ലോ ഇഷ്ടം. അപ്പോൾ എന്തായാലും നോർത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഇതൊരു തരുമ്പും ഇഷ്ടപ്പെട്ടില്ല. അവരും ഈ സിനിമ നോക്കിയാറും പൊട്ടും. മലയാളികൾക്ക് ഇമാതിരി ഓവറായിട്ടുള്ള സംഭവം നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെടില്ല. ഒരു പോക്ക് പടം ഒന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പോസിറ്റീവ് ഋത്തിക് റോഷൻ അല്ല, ഋത്തിക് റോഷൻ്റെ ഫൈറ്റ് സീൻസും പുള്ളിയുടെ അഭിനയമൊക്കെ സൂപ്പറാണ്. പുള്ളി ഈ ഏജിനും ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാണിക്കുകയല്ല, അടിപൊളിയാണ്. ഋത്തിക് റോഷൻ മാത്രം ഇത് സൂപ്പറായിട്ടുണ്ട്. പക്ഷേ NTR ശരിക്കും ഒരു കോമാളി വേഷം കെട്ടിച്ച് ഇറക്കിയിരിക്കുന്ന പോലെ. ഇത് തന്നെ സിനിമ ഒരു 2.25 മണിക്കൂറിലധികം സിനിമയുണ്ട്. 2:53 മിനിറ്റ് ഉണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം, നമ്മളൊരു വീഡിയോ ഗെയിമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ സെക്കൻഡ് ഹാഫ് പിന്നെ അസഹനീയം, ഭയങ്കരമായിട്ടുള്ള ഡ്രമാറ്റിക്കലി ഇത് പോകും. പിന്നെ ഈ കൂട്ടുകാർ തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും അതും ഇതും കാണിക്കുമ്പം ശരിക്കും ഒരു സീരിയൽ ലെവലിലോട്ടൊക്കെ ഇടയ്ക്ക് അങ്ങ് പോകും. അങ്ങനത്തെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഋത്തിക് റോഷൻ മാത്രമായിട്ടുള്ള പുള്ളിയുടെ ഫൈറ്റ് സീൻസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളി ഇപ്പോഴും ഭയങ്കര, അതായത് എനിക്ക് തോന്നുന്നു NTR വരെ ഏതെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ആക്ടർ ആയിരുന്നെങ്കിൽ ഇത് സൂപ്പറായേനെ. കഴിഞ്ഞതിൽ നമ്മുടെ ടൈഗർ ഷ്രോഫ് ഉള്ളതുപോലെ സൂപ്പറായേനെ. അങ്ങനെ ആയിരിക്കില്ല മിക്കവാറും. ഈ നോർത്ത് ഇന്ത്യയിൽ സപ്പോർട്ടിന് വേണ്ടി, കാരണം തെലുങ്ക് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകരെയൊക്കെ ഉദ്ദേശിച്ച് ഇവിടെ ഹിറ്റാവാൻ വേണ്ടിയിട്ട് ഒരു നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഒരു ആക്ടറെ മെയിൻ റോളിൽ കാണിച്ചു എന്നുള്ള ഉണ്ടാവുള്ളൂ. എന്തായാലും ഇനി ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ എടുക്കാനുള്ള രീതിയിലാണ് സിനിമ നിർത്തിയേക്കുന്നത്. ഇനി എന്തായാലും അടുത്ത ഭാഗത്തിൽ എന്തായാലും NTR ഉൾപ്പെടുത്തില്ല എന്ന് തന്നെയാണ്. മിസ്കാസ്റ്റ് ആകുമെന്നല്ലോ ഉറപ്പാണ്. മിസ്കാസ്റ്റ് തന്നെയാണ്. NTR കാണുമ്പോൾ തന്നെ നമുക്കൊരു മിസ്കാസ്റ്റ് ഫീൽ തന്നെയാണ്. പടത്തിൽ നമുക്കൊന്നും ഫീൽ ചെയ്യും. കാരണം വരുമ്പോൾ തന്നെ ചുമ്മാ ഇരുന്നിട്ട് ഗർജിക്കുന്ന സിംഹത്തിൻ്റെ സൗണ്ടുകൾ കാര്യങ്ങൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാർ 1 എത്രയോ മോശമാണ് വാർ 2. ഈ സത്യം പറഞ്ഞാൽ സ്പൈ യൂണിവേഴ്സോട് വെച്ച് നിർത്തിയാൽ അത്രയും നല്ലത്. കാരണം ഒന്നുമില്ല, മരിക്കുന്നു എണീക്കുന്നു വെടിവെക്കുന്ന ഒരു ഹെലികോപ്റ്ററിലൊക്കെ പറന്ന് ഋത്തിക് റോഷനാണെങ്കിൽ ഗ്രൗണ്ടിലാണെങ്കിൽ 24 മണിക്കൂർ എയറോപ്ലെയിനിലാണ്, ഹെലികോപ്റ്ററിലാണ് ഫുൾ NTR. നമുക്ക് ഒരു രീതിയിൽ നല്ലതെന്ന് പറയാമെല്ലാം തോന്നണ്ടേ. 3 മണിക്കൂർ നമ്മൾ കണ്ടിരുന്നതിനാണ് ഏറ്റവും വലിയ വാർ. ഒന്നുമില്ല, എന്ത് പറയുക, ഒന്നുമില്ല. ഋത്തിക് റോഷൻ മാത്രം. പിന്നെ കൈറൊക്കെ പറഞ്ഞാൽ ആ സീ കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അത് മാത്രമേ ഉള്ളൂ കൂടായിട്ട്, വേറെ ഒന്നുമില്ല. ഫൈറ്റ് എങ്ങനെയൊക്കെ ഓക്കെ. സംഭവം വാറിലുള്ള അതേ സാധനങ്ങൾ ഇനി അല്പം കൂടെ വീണ്ടും നീട്ടി വലിച്ച് ചെയ്തിട്ടുണ്ട്. ഒരേ സാധനം എപ്പോഴും കണ്ടോണ്ടിരിക്കുമ്പോൾ ബോറടിക്കത്തില്ലേ. എല്ലാ പടങ്ങളിലും ഒരേ സാധനം ഒരു മാറ്റവും ഇല്ല. VFX ഒക്കെ വെറും പോറെന്ന് വെച്ചാൽ വെറും നമുക്ക് ഫിക്സായിട്ട് ഇടിച്ചത് ഇതിനേക്കാൾ വൃത്തിയായിട്ട് കിട്ടും. ആ ലെവലിലൊക്കെ കളഞ്ഞു കൊള്ളൂല. ഒരിപ്പില്ല, കൂലി കയറി പോകും ഈ പോക്കാണെങ്കിൽ. കാരണം വേറെ ഒന്നുമില്ല. വേറെ കോമ്പറ്റീഷൻ എന്ന് പറയാനെങ്കിലും കണ്ടോണ്ടിരിക്കാൻ തോന്നണ്ടേ, എങ്ങനെയെങ്കിലും തീർക്കണേ എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. കണ്ടിരുന്ന എല്ലാവർക്കും കൂലിയിൽ അമീർ ഖാനെ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നത് പോലെ തന്നെയാണ് ഇതിൽ NTR ആവശ്യമില്ല. അവർക്ക് അവിടെ ഉള്ള കൂട്ടത്തിലുള്ള ആരെങ്കിലും വെച്ചാൽ മതി. ഇപ്പോൾ പുതിയത് ആൽഫ എന്ന് പറഞ്ഞ വേറെ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നുണ്ട് എൻ്റെ കണ്ടിച്ചിൽ. എന്തിനാവും നിർത്തിയ വലിയ ഉപകാരം. പക്ഷേ ഇത് പാൻ ഇന്ത്യൻ പിടിക്കുന്നതുകൊണ്ട് തന്നെയാണ്, വേറെ ഒന്നുമില്ല. കാരണം പാൻ ഇന്ത്യ റീച്ച് നോക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഓരോ പുറത്തുള്ള ഇൻഡസ്ട്രി കൊണ്ടുവരുന്നത്. പക്ഷേ NTR ഇത് താങ്ങാവുന്നതിനേക്കാൾ അതായത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ലെവലിലേക്കാണ് ഫീൽ ചെയ്തത്. NTR ഒരു സ്റ്റൈലുണ്ട്, അത് ഇതും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല.
ഇതിപ്പം NTR-ന് ട്രോളൊക്കെ വരാനുള്ള ഉറപ്പായിട്ട് ഫുൾ ടൈം പടത്തിൽ എയറിലാണ്, പടം കഴിയുമ്പോൾ എയറിലാണ്. ജൂനിയർ NTR-നെ ബാലയാക്കും. ബാലയുടെ വേറെ ലെവലിലാണ് ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത്. കാരണം അത്രയ്ക്കുണ്ട് എൻട്രി തന്നെ ഹെലികോപ്റ്ററിലൊക്കെ ഇങ്ങനെ പറന്നൊക്കെ പറഞ്ഞതൊക്കെയാണ്. അതൊക്കെ എങ്ങനെ വരുമോ? അത് ഡ്രൈവ് ചെയ്യണതിനല്ല, ഇങ്ങനെ കടന്ന് പറന്ന് പോയിട്ട് കറക്റ്റായിട്ട് ലാൻഡ് ചെയ്യുന്നു. ഉറപ്പായിട്ടും ട്രോൾ മെറ്റീരിയലാണ് ഈ പടം. NTR-ന് വൺ ട്രോൾ മെറ്റീരിയൽ ആയിരിക്കും ഉറപ്പാണ്. പുള്ളി പറയും ചെയ്ത് നിങ്ങൾ സിനിമ കണ്ട് കഴിയുമ്പോൾ കോളർ പൊക്കി പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നു. കോളർ ഡ്രസ് ഊരിട്ട് ഇറങ്ങി ഓടാത്തത് ആ അവസ്ഥയാണ്. കോളർ പൊക്കി പിടിച്ചോണ്ട് മാത്രമല്ല, കാരണം അവർ ഉറങ്ങി എണീറ്റ ഒരു ചിന്ത വിചാരിക്കും അവർ പറഞ്ഞത്. അവരെങ്ങനെ പറഞ്ഞത് മനസ്സിലായില്ല. കൂലിയിൽ ലോകേഷ് കുറേ പറഞ്ഞില്ലേ, അതിന് ഇതിൻ്റെ അവസ്ഥ വേറെ ഒന്നുമില്ല. രണ്ട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂലിനാണ്. പടം ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര പോരാ, ആവറേജ് ഒരു സാധനം. തീരെ മോശമല്ല, പക്ഷേ ലോജിക്ക് പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചില ആക്ഷൻ സീക്വൻസ് ഒക്കെ കാണുമ്പോൾ ലോജിക്ക് പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ലോജിക്കിനെ പറ്റി ഓവറായിട്ട് ചിന്തിക്കുന്നവർ അതൊക്കെ മാറ്റി വെച്ചിട്ട് കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഫസ്റ്റിൽ നിന്ന് കുറച്ച് റെഫറൻസ് ഉണ്ട്. പിന്നെ ഹൃത്തിക് റോഷൻ തന്നെയാണ് ടോപ്പ് പെർഫോമൻസ്. അതിൻ്റെ അത്രയും ആരും എത്തിയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് ഫീലാണ് തോന്നിയത്. ഫസ്റ്റ് ജൂനിയർ NTR വന്നപ്പോൾ തന്നെ ഒരു മിസ്കാസ്റ്റ് ആകുമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്താണെന്ന് തോന്നുന്നത്? പുള്ളി കുഴപ്പമില്ല, പറ്റും പോലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഡാൻസിലൊക്കെ. എങ്കിലും ബെറ്ററായിട്ട് വേറെ ആരെങ്കിലും മതിയാണെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഈ നോർത്തിൽ കണ്ടുവരുന്നത് അല്ലെങ്കിൽ സൗത്തിൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ പടം എടുക്കാനാണ് എല്ലാവരും നോക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കുമോ ജൂനിയർ NTR-നെ സൗത്തിൽ നിന്ന് പൊക്കിക്കൊണ്ട് പോയത്? അങ്ങനെ ആയിരിക്കും തോന്നുന്നു. കാരണം ജൂനിയർ NTR ഒരു ചെറിയ സ്റ്റാർ അല്ല, സൗത്തിൽ അത്യാവശ്യം ഒരു ബ്രാൻഡാണ്. ബട്ട് എന്താണ്, പുള്ളി ഡാൻസിലൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുമ്പം ഹൃത്തിക് റോഷൻ്റെ ആ ഒരു സ്വാഗിൻ്റെ മുമ്പിൽ പുള്ളി താഴ്ന്നു പോകും പോലെ തോന്നി. എനിക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ അത്രയും പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ടീച്ചറൊക്കെ ആദ്യം വന്നപ്പോൾ തന്നെ കുറച്ച് പേടി തോന്നിയായിരുന്നു. ഹൃത്തിക് റോഷൻ്റെ കൂടെ എങ്ങനെ ഒരു സ്ക്രീൻ പ്രസൻസിൽ പുള്ളിക്ക് പിടിക്കാൻ പറ്റുമെന്ന്. അത് ശരിയാ. ഹൃത്തിക് റോഷൻ്റെ മുമ്പിൽ കുഴപ്പമില്ലെന്നേ ഉള്ളൂ, ഒരു ടോപ്പ് എന്ന് പറയാനില്ല. ഹൃത്തിക് റോഷൻ കാരണം എല്ലാ ഷോട്ടുകളും ഹൃത്തിക് റോഷൻ വരുമ്പോഴൊക്കെ ആ പുള്ളി ഫസ്റ്റിൽ എങ്ങനെ ആ ഒരു ക്യാരക്ടർ കബീർ എന്ന് പറയുന്ന ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ നിൽക്കുന്നുണ്ട്. പിന്നെ പേഴ്സണലി ലോജിക്ക് പരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഫസ്റ്റ് പാർട്ടിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ പടം കാണുന്നവർ ഫസ്റ്റ് കണ്ടിട്ട് കാണുന്നതാണ് നല്ലത്. കാരണം ഫസ്റ്റിൽ നിന്ന് ചില റെഫറൻസ് ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മോശമല്ലാത്തൊരു പടം. എന്താണ് പ്രശ്നം പറ്റിയത്? VFX അതായത് വലിയൊരു പടമൊക്കെ എടുക്കുമ്പോൾ VFX ഒക്കെ അവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കുറച്ചുകൂടെ ക്വാളിറ്റി കൂട്ടാമായിരുന്നു. പിന്നെ VFX ഇട്ടേക്കുന്ന ഏരിയാസിൽ ഞാൻ പറഞ്ഞില്ലേ, ലോജിക്ക് പരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചില ആക്ഷൻ സീക്വൻസൊക്കെ കാണുമ്പോഴേ, അത് നമ്മൾ മലയാളികളായതുകൊണ്ടാണെന്ന് അറിയില്ല, നമുക്ക് അത് ഡൈജസ്റ്റ് ആവില്ല. കാരണം ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നുവേ ഇങ്ങനെ സംഭവിക്കുമോ, ചിലപ്പോൾ ചിരിയും വരും. മോശമല്ല പടം, അങ്ങനെ തോന്നി. ഈ ജൂനിയർ NTR ഇനി ബാലയായിട്ട് മാറും. ജൂനിയർ NTR എൻട്രി കാര്യമൊക്കെ ഒരു ട്രോള് സാധനമായിട്ടൊക്കെ മാറുന്നുണ്ടോന്നാണ്. ഇനി ബാലയെ പോലെ അദ്ദേഹം ആവത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ല ട്രോളിനുള്ള ഒരുപാട് സാധനമുണ്ട് ഇതില്. എൻട്രി അടക്കം ട്രോളിനുള്ള ഒരുപാട് സാധനമുണ്ട്. ട്രോളിനുള്ള സാധനം ചില എനിക്ക് തോന്നുന്നു OTT വരുമ്പോൾ ചിലപ്പോൾ ഈ ചില ആക്ഷൻ സീക്വൻസൊക്കെ ഇപ്പോഴത്തെ പിള്ളേരെ എടുത്തിട്ട് ട്രോളോന്ന് അറിയില്ല. എന്താണെന്നറിയോ, ഫസ്റ്റ് അത്രത്തോളം മനസ്സിൽ പതിഞ്ഞവർക്കേ ഇത് ഒരു ആവറേജ് മോശമില്ലാത്ത പടമായിട്ട് തോന്നുന്നു. അല്ലാതെ ഫസ്റ്റ് സ്വീകരിച്ച പോലെ ഇത് സ്വീകരിക്കില്ല എന്നാണ് 100% എൻ്റെ വിശ്വാസം. ഞാൻ ഫസ്റ്റ് കണ്ട ഒരാളാണ്. എനിക്ക് ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആവറേജ് മോശമല്ലാത്തൊരു പടമായിട്ടേ തോന്നിയുള്ളൂ. അല്ല പ്രൊമോഷനൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് സിനിമ കണ്ടിട്ട് കോളർ പിടിച്ച് തൂക്കി ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു പ്രൊമോഷൻ സമയത്ത് NTR പറഞ്ഞായിരുന്നു ജൂനിയർ സിനിമ കണ്ടിട്ട് കോളറിൽ തൂക്കി ഇറക്കാമെന്ന്. ആരെ കോളർ ഇങ്ങനെ പിടിച്ച് അങ്ങനെ സ്റ്റൈൽ ഇറങ്ങാൻ മേനം പറഞ്ഞല്ലോ, നെഞ്ചും തിരിച്ച് വരാന്ന്. എങ്ങനെയാണ് കോളറും പിടിച്ചാണോ വന്നേ? ഞാനോ? അല്ല, അങ്ങനെ നെഞ്ചും വിരിച്ച് വരേണ്ട സാധനമൊന്നുമില്ല. എന്നാലും തീരെ മോശമായിട്ടും തോന്നിയില്ല. കുഴപ്പമില്ലാത്തൊരു പടം. വൺ ടൈം ഒന്ന് കണ്ടിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലോജിക്ക് സംഭവങ്ങൾ മാറ്റി വെച്ചിട്ട് കാണുക. മറ്റേ YRS സ്പൈ യൂണിവേഴ്സിൻ്റെ പടങ്ങളൊക്കെ ടീച്ചർ കൂടെ ഭേദമാണ്. ഇല്ല, ജൂനിയർ NTR നല്ല റോളായിരുന്നു. മറ്റേ ജൂനിയർ NTRയുടെ ടെമ്പർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ പടത്തിൻ്റെ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ അകത്ത് പിടിച്ചേക്കുന്നത്. പിന്നെ ഹൃത്തിക്കും കൊള്ളായിരുന്നു. അവിടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീക്വൻസസ് ആയിരുന്നു ഈ പടത്തിലെ ഏറ്റവും നല്ല കാര്യം. അത് കാണാൻ വേണ്ടി മാത്രമാണ് ഈ തിയേറ്ററിൽ പോകുന്നത്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ വളരെ മോശമായിരുന്നു. പക്ഷേ കണ്ടിരിക്കാം. മുമ്പ് മറ്റേ ടൈഗർ 3-നെ കാട്ടിയൊക്കെ 100 ഇരട്ടി ഭേദം. കണ്ടിരിക്കാം, നല്ല പടമാണ്, കുഴപ്പമില്ല. എൻ്റർടൈൻമെൻ്റ് ആണ്, എൻഗേജിങ് പടമാണ്, വലിയ പ്രശ്നമൊന്നുമില്ല, കണ്ടിരിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എൻജോയബിളാണ്. YRS സ്പൈ യൂണിവേഴ്സിലെ ഒരു നല്ല പടം.